വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഞങ്ങളിവിടെ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറേ നാളായല്ലേ ഞാൻ ഇൻട്രോയിൽ വന്നിട്ട്. വേറൊന്നും കൊണ്ടല്ല, ഒരു കൊച്ചു മടിയാണ്, ഭയങ്കര മടിയാണ് ഇൻട്രോയിൽ വരാനായിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ജുബക്ക സെറ്റിംഗ് കൊണ്ടാണ്. അത് ടെറാക്കോട്ടയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന ജ്വല്ലറീസ് ഒക്കെ ഒത്തിരി പേര് ചെയ്തു നോക്കുന്നതെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അവർക്കൂടെ വേണ്ടിയാണ് ഞാൻ വിചാരിച്ചു എൻ്റെ വോയിസും കൂടെ ഇട്ടാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയ്യാല്ലേ. കുറേ ഡൗട്ടുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ സ്പീഡിൽ ചെയ്തു പോകുന്നത്, വീഡിയോ സ്പീഡാക്കിയിട്ടായിരിക്കും മനസ്സിലാവാത്തതെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വോയിസും കൂടി ഇടാന്ന്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി തൊട്ട് എല്ലാ വീഡിയോസിലും എൻ്റെ വോയിസ് കാണും. ഇതെൻ്റെ ഒരു രണ്ടാം വരവാണ്. നിങ്ങൾ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുക. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ പറയാ, അപ്പോൾ നമുക്ക് പറഞ്ഞ് താമസിക്കണ്ട, നമുക്ക് എന്തായാലും വീഡിയോ നോക്കാം. ആദ്യം തന്നെ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മാത്രം നമ്മൾ ക്ലേ എടുക്കുക. എന്നിട്ടത് നമുക്ക് കയ്യിലിട്ട് നല്ല പോലെ അങ്ങ് സോഫ്റ്റ് ആക്കണം. അതിന് മുന്നേ തന്നെ നമ്മുടെ ഈ മോൾഡിനകത്ത് ഓയിൽ നല്ല പോലെ തേച്ച് കൊടുക്കണം. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഏത് ഓയിൽ വേണമെങ്കിലും മതി, വെജിറ്റബിൾ ഓയിലായാലും സൺഫ്ലവർ ഓയിലോ ഏതായാലും മതി. ഇന്ന ഓയിൽ വേണമെന്നൊന്നുമില്ല. അത് നല്ല പോലെ തേച്ച് കൊടുക്കുക. എങ്കിലും നമുക്ക് ഈ ക്ലേ ഫുള്ള് അതിൽ ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. നല്ല പോലെ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പയ്യെ തള്ളവിരൽ വെച്ച് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, കറക്റ്റ് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നമുക്കൊരു പേനയുടെ നിബോ എന്തെങ്കിലും അല്ലാതെ എന്തെങ്കിലും ഒരു ക്യാപ്പോ വെച്ച് നല്ല പോലെ നമുക്ക് ആ ജിമുക്കയുടെ ആ ഒരു സർഫസിൽ നല്ല പോലെ ഒന്ന് സ്മൂത്താക്കി കൊടുക്കണം. കാരണം ചെറിയ ചെറിയ ക്രാക്കൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറാൻ വേണ്ടി നമ്മൾ നല്ല പോലെ ഒന്ന് സ്മൂത്താക്കി കൊടുക്കണം. ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അത് വെച്ചാണ് ഞാനത് അതിൻ്റെ സർഫസ് എല്ലാം നല്ല ക്ലീനാക്കി സ്മൂത്താക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇത് വീണ്ടും നമ്മുടെ ആ മോൾഡിനകത്ത് തന്നെ വെക്കുക. എന്നിട്ട് അതിനകത്തുനിന്ന് നമുക്കൊരു കുഞ്ഞു ഹോള് പോലെ ഇടാം. എന്നിട്ട് കുറച്ച് ക്ലേ അതിൽ നിന്ന് എടുത്ത് മാറ്റാം. കാരണം ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് വെയിറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെയുള്ള ക്ലേ ഒക്കെ എന്നും പറഞ്ഞ് തോനെ ആഴത്തിലങ്ങ് എടുക്കണ്ട. ആഴത്തിലങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേളിലെ പിന്ന് ഇറക്കി വെക്കുമ്പോഴത്തേക്കും അത് ലൂസായി പോകും. അതുകൊണ്ട് നമുക്ക് കുറച്ച് എടുത്തങ്ങ് മാറ്റാം. എന്നിട്ട് ഈ നൈഫ് വെച്ച് നമുക്ക് അറ്റമെല്ലാം നല്ല ഷേപ്പാക്കി കൊടുക്കാം.
അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ അതിൻ്റെ കമ്മലിൻ്റെ ഭാഗവും ഞാൻ അതേ രീതിയിൽ തന്നെയാണ് ചെയ്തത്. ഇനി നമുക്ക് ഈ പിൻ എങ്ങനെ അതിനകത്ത് പിൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മുത്തുകൾ പിടിപ്പിക്കാനുണ്ട്. ആ മുത്ത് ഞാൻ ഈ ക്ലേയിൽ തന്നെ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്. അതിൽ മുത്ത് പോലെ ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം ഈ യു ഷേപ്പിൽ ഒരു മെറ്റൽ വയറ് നമുക്ക് കട്ട് ചെയ്ത് അമർത്തി അതിൽ ഉള്ളിലേക്ക് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ യു ഷേപ്പിലെ മെറ്റൽ വയറ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഈ മുത്തിനുള്ളിലൂടെ ഇട്ട് നമുക്ക് നമ്മുടെ കമ്മലിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കമ്മലൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, കമ്മലായാലും ടെറാക്കോട്ട ജ്വല്ലറീസ് ആയാലും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബീഡ്സ് മുന്നേ ഉണ്ടാക്കി വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജ്വല്ലറീസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ കമ്മലിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 ദിവസം റൂം ടെമ്പറേച്ചറിൽ നമുക്ക് നല്ലപോലെ ഉണക്കി കിട്ടണം. എന്നിട്ട് മാത്രമേ നമ്മളിതിൽ ബേക്ക് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇടാം. ഇതിപ്പോൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിന് ബ്ലാക്ക് പെയിൻറ്റും ഞാൻ ഒരു കോട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡ് പെയിൻറ്റ് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ കമ്മൽ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുന്നവർ ഇതിൻ്റെ അഭിപ്രായവും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ഇത് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയെങ്കിൽ എല്ലാവരും എനിക്ക് ഫോട്ടോ ഇട്ട് തരിക. അപ്പോൾ ഞാൻ ആ പിക്സ് അടുത്ത നെക്സ്റ്റ് വീഡിയോൻ്റെ അവസാനം ഇടാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ ഒരു ബെല്ലൈക്കണും കൊണ്ടുണ്ട്, അതും കൂടെ ഒന്ന് പൊട്ടിച്ചേരെ. അപ്പോൾ ഞാൻ ഇടുന്നതിൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പിന്നെ അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഒരു നല്ലൊരു അടിപൊളി ഇയറിങ്സുമായിട്ട് ഞാൻ വരാം. ഇപ്പോൾ അടുപ്പിച്ച് 2-3 ഇയറിങ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കുക, എല്ലാം വെറൈറ്റി ആയിരിക്കും. ഇനി ചെയ്യാൻ പോകുന്നത് ഒരു നല്ല അടിപൊളി വെറൈറ്റി ഇയറിങ്സുമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ടാറ്റാ.